പക്ഷേ കോയായി അത് നേരത്തെ റോട്ടിക്കൊക്കെ ചാടിപ്പോണ്ടായിരുന്നു. കറക്റ്റ് ഇപ്പോൾ വീണ്ടത് റോട്ടിൽ കയറി. അത് വീഡിയോയിൽ കിട്ടിയില്ല. സൈക്കോ പക്ഷേ ഇരുന്നത് ഫുള്ള് കൃഷികളാട്ടോ. എന്തൊക്കെയോ കൃഷികളുണ്ട്, എന്താണെന്ന് അറിയില്ല. പാടം തെത്തിയിട്ടുണ്ട്. കൃഷികളൊക്കെ ഇതേ അൺലിമിറ്റഡ് വക്കോല്. ഇതേ വക്കോലിൻ്റെ ഇത് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ, വക്കോലിൻ്റെ അവസാനം അതല്ല അല്ലേ, വെറുതെ കൂട്ടിയിട്ടേക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയുമ്പോൾ കുത്തിയിട്ടല്ലേ, ഇങ്ങനെ പോസ്റ്റമ്മ കുത്തിയിട്ട് അവിടെയും പരിപാടികൾ നടക്കുന്നുണ്ട്, കൊയ്ത്തുകൾ നടക്കുന്നുണ്ട്. ഏതൊരു പുഴ ഒഴുക്കുന്നുണ്ട് അധികം കൂടെ. സൂപ്പർ, നല്ല രസമുണ്ട് കാണാൻ. നമ്മുടെ വീഡിയോയിലൊന്നും കിട്ടില്ല, കണ്ണിൻ്റെ അതിലേനും കിട്ടുള്ളൂ. ഓ മൈ ഗോഡ്. വീണ്ടും ആലുകളുടെ ഏരിയ. നല്ല തണവല്ല തണൽ. ചെറിയൊരു സിറ്റിയാണ്. ഇതൊരു കുറേ കടകൾ, ചായക്കടകൾ. പക്ക കർണാടക നാട്ടിൻപുറം. സിനിമ ഷൂട്ടിംഗ് ആണോ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. സിനിമ ഷൂട്ടിംഗ് ആണെന്ന് തോന്നുന്നു. സിനിമയുടെ ഷൂട്ടിംഗ് തന്നെയാണ്. സിനിമ ഷൂട്ടിംഗ്. സിനിമയിൽ ഷൂട്ടിംഗ് ആണോ? സിനിമയാണോ സീരിയലാണോ? അത് സിനിമയുടെ ഷൂട്ടിംഗ് ആണോ? കർണാടക സിനിമകൾ നമുക്ക് ആരും അറിയാത്ത കാരണം കുഴപ്പമില്ല. പക്ഷനൊക്കെ പറയുന്നുണ്ട്, ഇതൊന്നും അറിയില്ല. സിനിമ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് കർണാടക സിനിമ ഷൂട്ടിംഗ് നമ്മൾ കണ്ടു. ഇത് വീണ്ടും ചെമ്പരിയാടുകൾ. എൻ്റെ ഫ്ലഫി ടൈപ്പില്ലേ, ആ ടൈപ്പ് ചെമ്മരിയാട്. കഴുതുണ്ടല്ലേ ഇടയിൽ, കഴുതിൻ്റെ ഇട്ടാ. നല്ല സൂപ്പർ സ്ഥലം. അവിടുത്തെ നോക്ക്, സ്വർണ്ണമാണ് വിളയണം അവിടെ. ഫുള്ള് കൃഷി. റോഡും സൂപ്പർ. റോഡും പൊളി. അയ്യോ കുഴി. ഹമ്പുകളാട്ട പ്രശ്നം. അപ്രതീക്ഷിത ഹമ്പുകളുണ്ട്. അത് മാർക്കിങ് കൊറോണത്തിന് മാർക്കിംഗ് ഒന്നുമില്ല, അതാണ് പ്രശ്നം. കണ്ടോ നെല്ല് കൃഷി. ഇവിടെ ആൾക്കാർ പണിയുണ്ട്. കരിമ്പ് കൃഷി. അപ്പുറം നെല്ല് കൃഷി. പിന്നെ ഇത് എന്തൊറ്റാണോ കേട്ടോ, കുഞ്ഞു ചെടികൾ, എന്താണെന്നറിയില്ല. വീടുകളൊക്കെ പഴയ വീടുകൾ, പുതിയ വീടുകളുണ്ട്, പഴയ വീടുകളുണ്ട്. ഇത് ബ്ലോക്കാല അവിടെ. കാളവണ്ടി ബ്ലോക്കാക്കി. കാളവണ്ടി സീനാക്കി. കാളവണ്ടി നമ്മൾ വെട്ടിച്ചു. ഒഴിയായിരുന്നു. ഈ
റോഡ് മാനവഹള്ളി കനകപ്പാറ അങ്ങനെ എന്തോ ഒരു പാറ സ്ഥലം കെ വെച്ചിട്ടും തുടക്കാം. അങ്ങനെ നേരെ ബാംഗ്ലൂർക്കുള്ള റോഡാണ് ഇത്, സ്ട്രെയിറ്റ്. അതിൻ്റെ അപ്പുറത്ത് ഇത് നേരെ കുറച്ചപ്പുറം മാപ്പിൽ നോക്കുമ്പോൾ കുറച്ചപ്പുറം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പുറത്ത് നോക്കുമ്പോൾ എക്സ്പ്രസ് വേ അങ്ങനത്തെ ഒന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ബൈക്കുകൾക്ക് മേലെ കൂടെ പോകാൻ പറ്റില്ല, മെയിൻ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല, സർവീസ് റോട്ടിൽ കൂടെ പോകണം. ഇപ്പോഴാണ് ഈ വഴി പോകാമെന്ന് വിചാരിച്ചത്. സജസ്റ്റഡ് ആണത് വഴി. റോഡ് സൂപ്പർ റോഡാട്ടോ, ടോപ്പ് ക്വാളിറ്റി റോഡ്. എനിക്ക് തോന്നുന്നു ഒരു കൊല്ലത്തിനടിയിലായിട്ടുള്ള ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി റോഡാണ്. നമ്മളൊരു 55-56 പോകുന്നത്. കാരണം മീറ്ററിൽ 60 കാണിക്കണേ. അപ്പോൾ ആ റേഞ്ച് എന്തോരം സമയം എടുക്കുമെന്ന് അറിയില്ല. എല്ലാ ഫോണുകളും ചാർജിലാണ്. നാവിഗേഷൻ ഫോൺ ചാർജിലാണ്. അപ്പോൾ ഇതൊറ്റ സ്ട്രൈറ്റ് റോഡാലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചാർജിലിട്ടു. അതിൻ്റെ ആവശ്യമില്ല. കിലോമീറ്റർ ആണെങ്കിൽ അതന്നെ വേണം. ഇപ്പം നമ്മുടെ വണ്ടി 388 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒറ്റ ട്രിപ്പ്. നമ്മുടെ സാധാ പൊതുവെ പോയി വരാനുള്ള ട്രിപ്പ് 200, 240, 250 ആ റേഞ്ചൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രിപ്പ്. അപ്പോൾ ചെറിയ തണുപ്പായില്ല പെട്ടെന്ന് തന്നെ. റോഡ് രക്ഷയില്ല, സൂപ്പർ. എന്തും പാടം ശരി. ലൊക്കേഷൻ അപ്ഡേറ്റ്. ഞാൻ നിൽക്കുന്ന ലൊക്കേഷൻ എനിക്കറിയില്ല. പക്ഷെ നമ്മൾ ഏകദേശം 117 കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യമാമൻ്റെ ലൊക്കേഷനിൽ നിന്ന്. 117 കിലോമീറ്റർ അപ്പുറം. ഓ മൈ ഗോഡ്, പുതിയ ഹമ്പുകൾ, സ്പെഷ്യൽ ഹമ്പുകൾ. ഇതൊക്കെ ഭയങ്കര സൈസാലോ മറ്റേനേക്കാളും. അതും ഒരു കുത്തി വണ്ടി പറന്നാ പോവും. അത് വല്ല ലൈറ്റും വെക്കേണ്ടി വരും. അങ്ങനത്തെ ഹമ്പുകളാണത്, സൈക്കോ ഹമ്പുകൾ. ഇത് ആരെ ഐഡിയാണാവോ. രണ്ട് ചുറ്റിപ്പോൾ ഇതാട്ടാ, നല്ല സൂപ്പർ കൃഷിയാണ്. ഓ തട്ടായിട്ട് അങ്ങനെ പോകുന്നത് മേലേക്ക് ഇങ്ങനെ തട്ടായിട്ടാണ് കൃഷി പോകുന്നത്. റോഡാണെന്ന് വെച്ചാൽ സൂപ്പർ റോഡ്, ടോപ്പ് ക്വാളിറ്റി. വാവ്, പൊളി സാധനം. ഓ ഷിറ്റ്, മൂഞ്ചിച്ചല്ലോ. സംഭവമൊന്നുമില്ല, മാർക്കറ്റ് റോഡിനുള്ളിൽ കൂടെ കയറി പോയതാ. അപ്പോൾ പതുക്കെ ഇരുട്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 5:58. നമുക്കിനിയും 107 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക്. നമ്മുടെ സ്പീഡ് ഇപ്പോൾ 55 കിലോമീറ്ററാണ്. അടുത്ത മെയിൻ ലൊക്കേഷൻ നമുക്ക് വന്ന് കനകപ്പൂര എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഡ്രൈവർ ഞാൻ തെറ്റി പറഞ്ഞു പറഞ്ഞ സ്ഥലം. കയറ്റിറക്കാട്ടോ, കാരണം ഇടയ്ക്കിടയ്ക്ക് വണ്ടി അറവിലേക്ക് കയറുന്നുണ്ട്. കയറ്റിറങ്ങി പോണ സ്ഥലമാണ്. ആടുകൾ വരുന്നു, കാളകളും പശുക്കളൊക്കെ അതെല്ലാവരും വീട്ടിലേക്ക് പോയി ഉടക്കി. റോഡ് വിശാലമാണ്, 1 വേ ആണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് കുഴപ്പമൊന്നുമില്ല, പിടിച്ചൊക്കെയുണ്ട്. മറ്റേ
മറ്റേ ഓയിൽ ലിപ്സ്റ്റിക്കിൻ്റെ അവിടെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ നനഞ്ഞിക്കുന്നുണ്ട്. കുറച്ച് ഓവർ ടെമ്പറേച്ചർ കയറി വരാനായിരിക്കാം. എന്തായാലും നമ്മൾ സെമി സിന്തറ്റിക് ഒഴിച്ചത് നന്നായി. അപ്പം അങ്ങനെയാണ് പുതിയ അപ്ഡേറ്റ്. ചെക്കൻ കൈ കാട്ടി, നമുക്ക് സമയമില്ല ചേട്ടാ, വീട്ടിൽ പോകാതുണ്ടാവില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇറക്കാൻ വരണം. നമ്മൾ 2 കാപ്പി കൊടുത്തിട്ട് എൻ്റെ ഇടയിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ അവിടെ 2 കാപ്പി വെച്ചു. ഒരു കാപ്പിക്ക് 20 രൂപ, കുഞ്ഞ് കാപ്പി. 100 ml ഉണ്ടാവോ ഉള്ളോ? 105 കിലോമീറ്റർ നമ്മുടെ ലൊക്കേഷനിലേക്ക്. അപ്പോൾ പിന്നെ കാണാം. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ ഇൻ്റർനാഷണൽ സ്കൂൾ, ഇൻ്റർനാഷണൽ മാത്രമല്ലോ, അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. RV ഗാർഡൻ റെസ്റ്റോറൻറ്റ്